അഡ്വക്കേറ്റ് എംലിജു, പക്ഷേ ഇതാ ഇപ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം, അന്ന് റഷ്യയുടെ സഹായത്തിൻ പേരിലാണ് 7ാം കപ്പൽപ്പടയെ വിരട്ടി ഓടിച്ചത് എന്നുള്ളത്. പക്ഷേ അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് അല്ല അത് പറഞ്ഞത്, അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അത് പറഞ്ഞത്. ആരാണത് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റിലൂടെയാണ് ഇന്ത്യ അടക്കം അറിഞ്ഞത്, നമ്മളടക്കം എല്ലാവരും അറിഞ്ഞത് എന്നുള്ളത് പ്രധാനപ്പെട്ട. അതിൽ അപ്രധാനമായ എന്തെങ്കിലും ഒന്ന് കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെ ആ നിലയ്ക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയുമില്ല. പക്ഷേ ഈ ഇന്ദിരാഗാന്ധി നേരത്തെ പറഞ്ഞ ഒന്ന് യുദ്ധപ്രഖ്യാപനവും ഒന്ന് സമാധാനാഹ്വാനവുമാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അത് മാറേണ്ടിയിരിക്കുന്നു. 70കളിലെ നയതന്ത്രം ഇന്ന് ഫലിക്കുകയില്ല എന്നത് പ്രധാനമല്ലേ? അതിനനുസരിച്ച് പോകട്ടെ. ഇപ്പം അന്ന് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ ഈ രീതിയിൽ ലോകവുമായി കണക്റ്റഡ് അല്ല. ലോകത്തെ, അതായത് ഇവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പിൻവലിച്ചു കൊണ്ടുപോകേണ്ടി വരുന്ന വലിയ വ്യവസായങ്ങളോ സംരംഭങ്ങളോ IT ഇൻവെസ്റ്റ്മെന്റോ ഈ വക കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഭക്ഷ്യസുരക്ഷയിൽ ഊന്നി നിൽക്കാൻ കഴിയും, നമുക്ക് നമ്മുടെ കാർഷിക മേഖലയിൽ ഊന്നി നിൽക്കാൻ കഴിയും. ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ വിപണി, നമ്മുടെ മാർക്കറ്റ് കൂപ്പുകുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടക്കം എല്ലാ മനുഷ്യരുടെ സ്വത്തും കൂടി രാജ്യത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്വമാണല്ലോ. ആ നിലയ്ക്കൊക്കെ പരിഗണിക്കപ്പെടുന്ന ഒരു പുതിയ കാലത്ത് 70കളിലെ നയതന്ത്രം ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അത് 70കളിലെ നയതന്ത്രത്തെക്കുറിച്ച് സംസാരിക്കാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ എൻ്റർപ്രൈസസ് ഇങ്ങോട്ട് വന്നപ്പോൾ റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചു, അപ്പോൾ റഷ്യൻ സഹായം വരുന്നു എന്ന് കണ്ട് അമേരിക്ക തിരികെ പോയി എന്നാണ്. അത് വസ്തുതാപരമായ തെറ്റാണ്. കാരണം ഇൻഡോ റഷ്യ ഡിഫൻസ് ട്രീറ്റി അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈസ്റ്റേൺ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈന്യം അട്രോസിറ്റീസ് ആരംഭിച്ചപ്പോൾ തന്നെ അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്കുണ്ടായി. നമ്മൾ അതിൽ ഇടപെട്ട് തുടങ്ങി, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വന്നു. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അപ്പോൾ തന്നെ ആക്രമണം ആരംഭിച്ചു. അപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്തൊരു കാര്യം ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ റഷ്യയുമായി തന്ത്രപ്രധാനമായ ഡിഫൻസ് കരാറിൽ ഒപ്പിടുകയും ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ നിർണായകമായ കാര്യം. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അമേരിക്കൻ അധിനിവേശത്തെ, ആക്രമണത്തെ മുൻകൂട്ടി കണ്ട് റഷ്യയുമായി ചേരുചേരാ നയം നിലനിൽക്കുമ്പോൾ തന്നെ റഷ്യയുമായി പ്രതിരോധ കരാറിൽ ഒപ്പിട്ട് തൻ്റെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി എന്ന് പറഞ്ഞാൽ നയതന്ത്രപരമായൊരു നീക്കമാണ്. അതല്ല ആ സമയത്ത് വിളിച്ചു പോയ ഒന്നല്ല. അപ്പോൾ അതാണ് ഒന്നാമത് അതിനുള്ളൊരു മറുപടി. അപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്ന പ്രശ്നം അങ്ങനെയല്ല. ഇവിടെ ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്? നമുക്കൊരു പ്രകോപനവുമില്ലാതെ നമ്മുടെ രാഷ്ട്രത്തിനകത്ത് കടന്നു കയറി 26ഓളം ഭാരതീയരെ കൊന്നൊടുക്കി. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം, അവർക്ക് അതിശക്തമായ തിരിച്ചടി നൽകണം. ഇനി ഒരിക്കൽ കൂടി ഇന്ത്യയെ ആക്രമിക്കാൻ അവർ ധൈര്യപ്പെടരുത്, റീറ്റാലിയേഷൻ നടത്തണം. ഇവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം, അത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യണം. നമ്മളൊരിക്കലും സൈന്യത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ എങ്കിലും ന്യായമായ ചില സംശയങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ഇനി ഒരിക്കലും പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാത്ത, നമ്മളിൽ ഭീകരപ്രവർത്തകരെ കടന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്യാത്ത ശക്തമായൊരു തിരിച്ചടി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇപ്പോൾ? ഒന്നാമത്തെ പ്രശ്നം അതാണ്. ഇപ്പോൾ അമേരിക്ക ഇടപെട്ട് വെടിനിർത്തലുണ്ടായി എന്നവർ പ്രഖ്യാപിച്ചു. അപ്പം അമേരിക്കൻ പ്രസിഡന്റിന്, ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രത്തെ തന്നെ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഒരു നയതന്ത്ര ചർച്ച, നേരത്തെ മാധു പറഞ്ഞതുപോലെ 2 രാഷ്ട്രങ്ങൾ തമ്മിൽ 1.5 മണിക്കൂർ, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിൽ 1.5 മണിക്കൂർ ചർച്ച കൊണ്ട് ഈ പ്രശ്നം അവസാനിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. അമേരിക്ക ഇടപെട്ടിട്ടേ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കണക്കിലെടുക്കാം. ഈ 1.5 മണിക്കൂർ കൊണ്ട് ഈ പ്രശ്നങ്ങൾ അങ്ങനെയാണെങ്കിൽ തീർന്നു നമുക്ക് കരുതാൻ സാധിക്കുമോ? ഇനി ഒരിക്കലും പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാൻ കഴിയാത്ത വണ്ണം അതിശക്തമായൊരു തിരിച്ചടി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാളെ പാകിസ്ഥാൻ ആക്രമിക്കില്ലേ? ഇപ്പോൾ നേരത്തെ ചോദിച്ചു, നമ്മൾ രാഷ്ട്രം വളർന്നു, നയതന്ത്ര അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ശരി തന്നെയാണ്. സാമ്പത്തികമായി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ ശക്തമാണ്, നമ്മുടെ പ്രൊഡക്ഷൻ സെക്ടർ നമ്മുടെ ശക്തമാണ്, നമ്മുടെ സർവീസ് സെക്ടർ, നമ്മുടെ IT സെക്ടർ എല്ലാം ശക്തമാണ്. പക്ഷേ ഇതൊക്കെ ശക്തമായിരിക്കുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ആക്രമണത്തിന് തയ്യാറെടുക്കുന്നത്? ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളെ വിശ്വസിച്ച്, രാഷ്ട്രത്തെ വിശ്വസിച്ച് ഇന്ത്യയുടെ പരമാധികാരം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ജീവിതവും തൻ്റെ കുടുംബമായി പോകുന്ന പച്ച മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രാഷ്ട്രത്തിന്, ഒരു തെമ്മാടി രാഷ്ട്രത്തിന്, ഒരു റോക്ക് സ്റ്റേറ്റിന് ഇനി ഒരിക്കലും ഇന്ത്യക്കാരെ ആക്രമിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടായാൽ ഇതാണ് അനുഭവം എന്ന് കൊടുക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ആക്രമണം അഴിച്ചുവിട്ടത്? ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ അതിന് സാധിച്ചിട്ടുണ്ടെന്നുള്ള വളരെ പരമപ്രധാനമായ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. അതിന് സാധ്യമാകുന്നതിന് മുൻപ് തന്നെ ഇതിവിടെ മതി എന്ന് പറയുന്ന ഒരു ബിഗ് ബ്രദർ ഈ സോവറൈൻ സ്റ്റേറ്റിന്റെ തലയ്ക്ക് മുകളിലുണ്ടോ എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ചോദ്യമാണ് ജനാധിപത്യ ഇന്ത്യക്ക് മുമ്പിലുള്ളത്. ശരി, അത് ആ ചോദ്യം ഉയർത്താൻ വേണ്ടിയാണ് പാർലമെന്റ് സമ്മേളനം. അതാണ് പ്രശ്നം. ഒരു ബിഗ് ബ്രദറുടെ വിരൽത്തുമ്പുകൾ കൊണ്ട് നിയന്ത്രിക്കപ്പെടേണ്ടതാണോ ഈ പരമാധികാര രാഷ്ട്രം? നമുക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതാണ് വിഷയം.